തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും ലോകമെമ്പാടുമുള്ള തമിഴ് സിനിമ ആരാധകർ വളരെ പ്രതീക്ഷകളോടെ ഉറ്റുനോക്കുന്ന സംവിധായകനാണ് ലോകേഷ് കനകരാജ്. അദ്ദേഹത്തിന്റെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പേരിട്ട് വിളിക്കുന്ന കണക്റ്റഡ് മൂവീസ് എല്ലാം വളരെ പ്രതീക്ഷയാണ് ആരാധകരിൽ ഉളവാക്കുന്നത്. സിനിമയിൽ ഉൾപ്പെടുത്തുന്ന ആക്ഷൻ സീനുകളുടെ കാര്യത്തിലും പാട്ടുകളുടെ കാര്യത്തിലും കോൺസെപ്റ്റിന്റെ കാര്യത്തിലും എല്ലാം ഒന്നിനൊന്ന് മികച്ചതാക്കാനും വ്യത്യസ്തമാക്കാനും ശ്രമിക്കാറുണ്ട് ലോകേഷ് എന്ന യുവ സംവിധായകൻ. അതുകൊണ്ട് തന്നെ എല്ലാം വളരെ ഹിറ്റുമാണ്. എന്നാൽ അവസാനമായി ഇറങ്ങിയ ലിയോ എന്ന ലോകേഷ് വിജയ് കൂട്ടുകെട്ട് മൂവി വളരെയധികം വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഇളയ ദളപതി വിജയ്, തൃഷ കൃഷ്ണൻ, അർജുൻ സർജ, മഡോണ സെബാസ്റ്റ്യൻ, സഞ്ജയ് ദത്ത് എന്നീ മുൻ താരനിരകളെ തന്നെ അണിനിരത്തി 7 സ്ക്രീൻ സ്റ്റുഡിയോ നിർമ്മിച്ച ലോകേഷ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ലിയോ. 2023 ജനുവരിയിൽ പ്രഖ്യാപിച്ച 10 മാസം കൊണ്ട് നിർമ്മാണം കഴിഞ്ഞ് ഒക്ടോബർ 19-നാണ് ചിത്രം റിലീസ് ചെയ്തത്. ലോകേഷ് ഏറ്റവും പുതുതായി നൽകിയ അഭിമുഖത്തിൽ ലിയോയിൽ താനൊരു തെറ്റ് ചെയ്തെന്നും അത് അടുത്ത ചിത്രത്തിൽ ആവർത്തിക്കില്ലെന്നും തുറന്നു പറയുന്നു. ലോകേഷ് അവതരിപ്പിക്കുന്ന ഫൈറ്റ് ക്ലബ് എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ആങ്കർ ഗോപിനാഥിന് നൽകിയ അഭിമുഖത്തിലാണ് പഴയ തെറ്റ് ആവർത്തിക്കില്ലെന്ന് ലോകേഷ് പറയുന്നത്. സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ അടുത്ത ചിത്രം രജനീകാന്തിനൊപ്പമാണ്. താൽക്കാലികമായി തലൈവർ 171 എന്നാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. ലോകേഷിന്റെ മുൻ ചിത്രം ദളപതി വിജയ് നായകനായ ലിയോയ്ക്ക് മികച്ച അഭിപ്രായവും ബോക്സ് ഓഫീസ് വിജയവും ലഭിച്ചെങ്കിലും വലിയ വിമർശനങ്ങളും നേടിയിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ തുക നേടിയെങ്കിലും ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും ദുർബലമായ ചിത്രമെന്നാണ് പൊതുവിൽ വിലയിരുത്തൽ വന്നത്. രജനീകാന്തിനൊപ്പം എന്റെ അടുത്ത ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അത് പരിമിതമായ സമയത്തിനുള്ളിൽ സിനിമ പൂർത്തിയാക്കാൻ നിർബന്ധിതനാകുമെന്നും വളരെ വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുമെന്നും ഇത് നന്നായി ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം വേണമെന്നുമാണ് ലോകേഷ് പറയുന്നത്. അതോടൊപ്പം ലിയോയുടെ 2ാം പകുതിക്ക് ഏറെ വിമർശനം ലഭിച്ചു. അതുകൊണ്ട് തന്നെ അത് കണക്കിലെടുത്ത് ഭാവിയിൽ കൂടുതൽ ശ്രദ്ധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ലിയോ സിനിമ ചെയ്യാൻ 10 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു നിശ്ചയ തീയതി ലിയോയ്ക്ക് റിലീസ് ഡേറ്റായി വന്നത് വലിയ സമ്മർദ്ദം ഉണ്ടാക്കി. ആ തെറ്റ് ഞാനിനി ആവർത്തിക്കില്ല എന്നുമാണ് അഭിമുഖത്തിൽ ലോകേഷ് വ്യക്തമാക്കിയത്. എന്നാൽ തലൈവർ 171 എന്ന ചിത്രം 2024 ഏപ്രിൽ മാസത്തോടു കൂടി തന്നെ റിലീസ് ചെയ്യുമെന്നുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ പരക്കുന്നുണ്ട്. ഒക്ടോബർ 19-ന് ഇറങ്ങിയ ലിയോയാണ് അവസാനമായി ലോകേഷ് കനകരാജിന്റെ ചിത്രമായി ഇറങ്ങിയത്. ഇത് അടുത്തിടെ നെറ്റ്ഫ്ലിക്സിലും റിലീസായിരുന്നു. OTTയിൽ നെറ്റ്ഫ്ലിക്സിൽ ദിവസങ്ങളോളം ട്രെൻഡിംഗ് ലിസ്റ്റിലായിരുന്നു ലിയോ. ഇതിനു മുന്നേ റിലീസ് ചെയ്ത വിക്രം, കൈദി, മാസ്റ്റർ എന്നീ സിനിമകളും വലിയൊരു ഓളം തന്നെ തിയേറ്ററുകളിൽ സൃഷ്ടിച്ചിരുന്നു. കൈദി സിനിമയുടെ 2ാം ഭാഗത്തിനു വേണ്ടി ആരാധകരടക്കം എല്ലാ സിനിമാ പ്രേമികളും കാത്തിരിക്കുകയാണ്. അതേസമയം ലോകേഷ് കനകരാജ് തന്റെ പ്രൊഡക്ഷൻ ഹൗസായ ജി സ്ക്വാഡിന്റെ ബാനറിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന ഫൈറ്റ് ക്ലബ് ഡിസംബർ 15 മുതൽ തിയേറ്ററുകളിൽ എത്തി. അബ്ബാസ് എ റഹ്മത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഈ ചിത്രം കേരളത്തിൽ പ്രദർശനത്തിനെത്തിക്കുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. ഉറിയടി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ വിജയ് കുമാർ നായകനായി എത്തുന്ന ചിത്രത്തിൽ കാർത്തികേയൻ, സന്താനം, ശങ്കർ ദാസ്, മോനിഷ തുടങ്ങിയവരാണ് മറ്റു സുപ്രധാന വേഷങ്ങളിൽ എത്തുന്നത്.